ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ ഇത് ഞങ്ങൾ കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ എടുക്കും കേട്ടോ. ഇന്ന് നമുക്ക് പാലുണ്ടായിരുന്നില്ലേ, പാല് തീർന്ന കാര്യം ഞാനാണെ കണ്ടില്ലായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കട്ടൻ കാപ്പിയൊക്കെ എടുത്തു. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് കുറച്ച് പാലും പഴമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏത്തപ്പഴമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് ഇതേണ്ട പെനാങ്കായിരുന്നു കേട്ടോ ഓർഡർ ചെയ്ത് മാറിപ്പോയത്. അപ്പോൾ അതാ കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് ഏത്തപ്പഴം ഉദ്ദേശിച്ച് ഇവന് പുഴുങ്ങി കൊടുക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ സ്കൂളിലാണേലും കൊടുത്തു വിടാനോ പിറ്റേ ദിവസമേ എന്തിനേലൊക്കെ ആകുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെയായിരുന്നു ഓർത്ത്. ഇപ്പം ഇത് സൺഡേ ദിവസം കേട്ടോ. അപ്പം എന്താണ് രാവിലെ നമ്മൾ കാപ്പി കുടിച്ചു, കട്ടൻ കാപ്പി കുടിച്ചു. പിന്നെ ആദ്യക്കുട്ടന് പറഞ്ഞ ഒരു ശകലം പാലുണ്ടായിരുന്നുകൊണ്ട് അവനെടുത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നേരെ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലേക്ക് കയറുക കേട്ടോ. അപ്പം ആദ്യക്കുട്ടൻ ഇന്ന് മണിപ്പുട്ട് മതിയെന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ പൊടി എടുക്കാൻ നോക്കുമ്പോൾ ഇതെല്ലാം അങ്ങേലൊക്കെ കേട്ടോ. പൊടിയെല്ലാം ഇരിക്കുന്നത് ഭയങ്കര ഹൈറ്റില്ലേ, കബോർഡല്ല. എനിക്കാണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. ഇതിന് മുകളിൽ ഒരു റോയിടുണ്ട്, അത് പിന്നെ ഒരു കാരണവശാലും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വല്ല ചട്ടുകോ വല്ല വെച്ച് തട്ടിയിടുവൊക്കെ അല്ലേ പിന്നെ അവിടുന്ന് ഹസ്ബൻഡിനെ വിളിപ്പിക്കും. അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഓർക്കൊരു കസേര എടുത്ത് ഇവിടെ ഇട്ടേക്കണമെന്ന്. ആ കസേരയുടെ കാര്യം പറയുമ്പോഴേ ഇവിടെ പറയും ഇനി അതിനെ മണ്ടേന്ന് വലിഞ്ഞു കയറി വീടുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെറുപ്പിക്കും കേട്ടോ. അപ്പോൾ പിന്നെ കസേര എടുത്ത് ഇട്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ എന്താണെങ്കിലും ഞാൻ അതിനുള്ളത് കുഴച്ചു കേട്ടോ. ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ലാസ്റ്റ് തേങ്ങ കേട്ടോ, അന്ന് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന തേങ്ങ കേട്ടോ. അതിൽ ലാസ്റ്റ് തേങ്ങ ആയിരിക്കുന്നത്. അപ്പോൾ അതും എടുത്തൊന്ന് പുറത്തോട്ട് തണുപ്പ് മാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേണമല്ലോ ഇനി തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ. അപ്പോൾ അതിൽ ആ ഒരെണ്ണം ഉണക്കത്തേങ്ങ, 2 ഉണക്കത്തേങ്ങ ഉണ്ടായിരുന്നു. ഒരെണ്ണം ചമ്മന്തി ഇടിക്കാൻ ഓർത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേത് വേണ്ടേ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അങ്ങ് എടുത്ത് തണുപ്പ് മാറ്റം ഓർത്ത് വെളിയിൽ വെച്ചതാട്ടോ. അപ്പോൾ നേരെ ഇനി ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കിടക്കും. അപ്പോൾ അതിന് മുന്നിലായിട്ട് എന്തെങ്കിലും ഒന്ന് ഫോണിൽ ഒരു വീഡിയോയോ സിനിമ എന്തെങ്കിലും ഒന്ന് ഓണാക്കി വെച്ചിട്ടാട്ടെന്ന് ഓർത്ത് കേട്ടോ. അപ്പം ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഇനി ഇതിനകത്ത് കാണണ്ട, നമ്മുടെ വീഡിയോയിൽ കാണണ്ട, ഇനി ഇൻ കേസ് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ എല്ലാം വന്നാലോ എന്നോർത്ത് ഞാനതൊന്ന് ഇതിനകത്ത് കാണാതെ ഇവിടെ വെക്കുമെന്ന് ഓർത്ത് നോക്കിയത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നേരത്തെ ഞാൻ ആ ചെയർ ഒരെണ്ണം കൊണ്ടുവന്ന് അവിടെ ഇട്ട് കേട്ടോ. കാരണം എനിക്ക് വയ്യ, നിന്ന് എൻ്റെ കാലും കഴിച്ചു. അപ്പോൾ പിന്നെ ചെയർ ഒരെണ്ണം അടുക്കളയിൽ ഇടാന്നോർത്ത് അവത്തെ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ നമ്മുടെ മണിപ്പൂട്ടിനുള്ള എല്ലാം ഉരുട്ടി വെച്ച് കേട്ടോ. അപ്പം ഇതിനകത്തോട്ട് കുറച്ച് അരിപ്പൊടി കേട്ടോ വിതർന്നത്. അപ്പോൾ ഞാൻ വീഡിയോ കണ്ടു, അരിപ്പൊടി വിതറുവാണെങ്കിൽ ഇത് ഒന്നൊന്നേൽ ഒട്ടി പിടിക്കാതിരിക്കുന്നു. അല്ലെങ്കിൽ ഒട്ടിയൊന്നും പിടിക്കത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പം. എന്നാലും ഞാൻ ഇപ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് അരിപ്പൊടിയൊക്കെ കൂടെ അങ്ങ് വിതറി കേട്ടോ. പിന്നെ തേങ്ങായും ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേനും വേണ്ട നമ്മുടെ മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് വേണ്ട ഇതൊന്ന് തണുക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ട തേങ്ങ ഒന്ന് നമുക്ക് അരച്ച് പാലാക്കി എടുക്കണേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യക്കൂട്ടിന് ഇത് ഞാൻ ഇങ്ങനെ പിഴിയാതെ കൊടുത്തപ്പോഴത്തേനും ഇഷ്ടപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഞാനിത് ശകലം ലാസ്റ്റ് വന്നത് പിഴിഞ്ഞ് കൊടുത്തപ്പോഴത്തേനും ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഇന്ന് എന്നോട് പറഞ്ഞത് മണിപ്പുട്ട് മതി, ഇങ്ങനെ തേങ്ങ പാലാക്കിയിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇതേ കൊണ്ടേ കൊടുക്കും. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ട കേട്ടോ, ഇതൊന്നും ഇഷ്ടമില്ലേ. ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടി സാധനങ്ങളൊന്നും നമ്മുടെ സാധാരണ സാധനമല്ലാത്ത ഒന്നും ഇഷ്ടമല്ല. അപ്പം അതിനിപ്പോൾ ഇന്ന് ഞാൻ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല, സാധാ പുട്ടുണ്ടാക്കാമെന്നായിരുന്നു ആദ്യമേ ഓർത്തത്. അപ്പോൾ ഇനിയിപ്പം മ്യൂസ്ലി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വാരക്കൂട്ടിന് മാത്രം തന്നെ ഞാൻ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് നമ്മുടെ മണിപ്പുട്ടെടുത്ത് അത് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. എന്നിട്ട് വേണ്ടത് ഇരട്ടിപ്പണി. ഈ പണിയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴത്തേനും എനിക്കിങ്ങനെ കേട്ടോ ഭയങ്കര ദേഷ്യം വരും. ഞാൻ ആ തേങ്ങയുടെ പിശിട് അങ്ങോട്ട് അതുപടി കൊണ്ടുപോയി കളഞ്ഞാൽ മതിയായിരുന്നു. ഞാനത് ഈ ചിരട്ടക്കകത്തോട്ട് ഇട്ട് ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് പിന്നെ ബാക്കി വേസ്റ്റിൻ്റെ കൂടെ അങ്ങോട്ട് എടുത്ത് വേസ്റ്റ് പാത്രത്തിലോട്ട് ഇടാന്നോർത്ത് വെച്ചതാണ്. അതെല്ലാം കൂടെ നിലത്തോട്ട് പോയി. അപ്പം എനിക്ക് ഭയങ്കര ഇങ്ങനെ നമ്മൾ നേരം ധൃതി പിടിച്ച് ചെയ്യുന്നതിനിടയിൽ ഓരോ ഇരട്ടിപ്പണി വരുമ്പോഴത്തേനും ദേഷ്യം വരും. പിന്നെ നമ്മൾ തന്നെ വാരിയല്ലേ വെക്കൂ. അങ്ങനെ അതെല്ലാം വാരിക്കളഞ്ഞിട്ട് പിന്നെ നേരെ ചോറങ്ങ് അടുപ്പിലോട്ടിട്ട് രാവിലെ തന്നെ അങ്ങ് അടുപ്പിലോട്ടിട്ടേക്കുവാണെങ്കിൽ ആ പരിപാടി കഴിയും. അപ്പോൾ നമ്മുടെ പൊന്നിയരിയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അത് ഇൻഡക്ഷനിൽ തന്നെ വെച്ചൊന്ന് മൊത്തം വേവിച്ചെടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അങ്ങനെ വെച്ചത്. എന്നിട്ട് ഇന്ന് നമുക്കിനി മുട്ടക്കറിയും വെക്കണം, അതുപോലെ ബീട്രൂട്ട് തോരനും വെക്കാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മുടെ പുതിയ പീലറാട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പീലറും വെച്ചിങ്ങനെ അരിയാൻ വേണ്ടി. അപ്പം ആദ്യമേ ഒന്ന് കത്തി വെച്ചിട്ട് അതിൻ്റെ തലയും വാലുവെല്ലാം ഒന്ന് കളഞ്ഞിട്ട് പിന്നെ പീലർ എടുക്കാൻ നോക്കി. ഈ ചിലരൊക്കെ ഇങ്ങനെ കത്തി ഇങ്ങനെ തിരിച്ച് വെച്ചിങ്ങനെ അരിയുന്ന കാണത്തില്ലേ, എനിക്ക് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയത്തില്ലേ. അപ്പോൾ ഞാൻ എന്ത് അത് അരിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇതിന് 3 ടൈപ്പിലെ ബ്ലേഡ് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഓരോന്നും ഒന്ന് നോക്കും കേട്ടോ, എന്താ ഷേപ്പിലാണ് കിട്ടുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ ഞാൻ നമ്മുടെ സാധാ ബ്ലേഡ് വെച്ച് തന്നെ അങ്ങ് അരിയാൻ തുടങ്ങിയേ.
അപ്പം ഇന്നും നമ്മുടെ ചോപ്പറിനകത്ത് തന്നെ അരിയാന്ന് ഓർത്തു കേട്ടോ. അതാകുമ്പോൾ ഒരു കുറച്ച് വലിക്കണം, എന്നാലും കത്തി വെച്ച് അരിയുന്നതിനെക്കാട്ടിലും എളുപ്പമുണ്ട് കേട്ടോ. കൊത്തി കൊത്തി അരിയുന്നതിനെക്കാട്ടിലും എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് നമ്മുടെ ഈ ചോപ്പറാണ്. അപ്പോൾ അതെല്ലാം കൂടെ കുഞ്ഞ് പീസാക്കി ചെറിയ പീസാക്കി അരിഞ്ഞിട്ടിട്ട് ചോപ്പറിനകത്തിട്ട് ഒരു കുറച്ച് വലിച്ചാൽ നന്നായിട്ടാവും കേട്ടോ. ഇന്നത്തെ കാലത്ത് എന്തെല്ലാം ഐറ്റംസ് അല്ലേ കിച്ചണിലൊക്കെ ആണെങ്കിലും നമ്മുടെ പണി ഈസി ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഈ ചോപ്പറല്ല, ഇതിനേക്കാട്ടിലും ഈസി അല്ലേ പ്രസ് ചെയ്യുന്ന ബട്ടണുള്ള ചോപ്പർ. അതുപോലെ നമ്മുടെ വീടാണെങ്കിലും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മറ്റേ റോബോട്ട്, പിന്നെ എന്തെല്ലാം ഐറ്റംസ് അല്ലേ. അങ്ങനെ നമുക്ക് പണ്ടത്തെ നമ്മുടെ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ എല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. ഇങ്ങനത്തെ ടെക്നോളജി സാധനമൊന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നല്ലോ അപ്പോഴേ. ഇപ്പോൾ ഓരോ വർഷം കഴിയും തോറും എന്നാലും സൗകര്യങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാശുള്ളവർക്ക് ഇതൊക്കെ മേടിച്ച് യൂസ് ചെയ്യാം, അല്ലാത്തവരിപ്പോഴും പഴയ പോലൊക്കെ തന്നെ അങ്ങനെ. അപ്പം എന്തായാലും എന്തായിട്ട് ഞാൻ നമ്മുടെ അതെല്ലാം ബീട്രൂട്ടെല്ലാം അരിഞ്ഞു കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ അരിയുടെ കാര്യം ഞാൻ ഈ കിടന്നോട് പറയുന്നത്, എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ അരി ഞാൻ ഇതിനകത്തിട്ട് വേവിക്കാമെന്ന് ഓർത്താണ്, മീൻസ് നമ്മുടെ ഇൻഡക്ഷനെ തന്നെ വെച്ച ഫുള്ള് വേഗമെന്ന് ഓർത്ത് വെച്ചത്. അപ്പം ഇതുവരെ അത് വെന്തിട്ടില്ല, കുറേ നേരമായി തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വേണ്ട അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡിന് വിശക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ മ്യൂസ്ലി ഇട്ട് കൊടുക്കാമെന്ന് ഓർത്ത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഞാൻ ആദ്യമേ വേണ്ടാന്ന് ഓർത്ത്, ഞാൻ രാവിലെ മണിപ്പുട്ട് ശകലേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നാലും അത് മതി എന്നൊക്കെ ഓർത്തിരുന്നു. പക്ഷേ എങ്കിൽ എടുക്കുന്ന കണ്ടപ്പോഴത്തേനും എനിക്ക് ഒരു കൊതി കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് പാല് മിച്ചം മാറ്റി വെച്ചിട്ട് എനിക്ക് എടുക്കാമെന്ന് ഓർത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തന്നെ അത് കൊണ്ടുപോയി മ്യൂസ്ലി കൊടുത്തു. അപ്പോൾ ഇതൊക്കെ തന്നെ മതി കേട്ടോ, ഞങ്ങൾക്ക് വലിയ ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെ ഒന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അതെനിക്ക് ഇവിടെ ഏറ്റവും വലിയൊരു ഉപകാരം. ചിലയിടത്തൊക്കെ ഇങ്ങനെ ചിലർ പറഞ്ഞേക്കാം രാവിലെ ഒരു ഐറ്റം, ഉച്ചയ്ക്ക് വേറൊരു ഐറ്റം, രാത്രിക്ക് വേറൊരു ഐറ്റം, അതുപോലെ ചൂട് ചോറേ കഴിക്കൂ, അങ്ങനെയൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിലവിൽ ഇതുവരെ എനിക്ക് ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അറിയത്തില്ല, മനുഷ്യരുടെ കാര്യമല്ലേ, ഇച്ചിരി കഴിയുമ്പോഴത്തേനും മാറ്റി പറയുമോ എന്നൊന്നും അറിയത്തില്ല. അതുപോലെ ആദ്യക്കൂട്ടനാണേലും ഇപ്പം ഞാൻ ഞങ്ങൾ കഴിക്കുന്ന എല്ലാം കൊടുക്കും, അല്ലാതെ ഇന്നത് സെപ്പറേറ്റ് വെച്ച് കൊടുക്കുകയും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എരിവ് അവന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ പഠിപ്പിച്ച് വെച്ചിട്ടില്ല. ഇനി ഇച്ചിരി കഴിയുമ്പോഴത്തേനും ഓരോന്ന് ഓർഡർ ഇടുമോയെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അധികം പിള്ളേരെയൊക്കെ ആണെങ്കിലും അങ്ങനെ ഓരോ ശീലങ്ങൾ കൊച്ചിലോട്ട് ഇട്ട് വെക്കാത്ത കേട്ടോ നല്ലത്. അതായിരിക്കും നമുക്ക് നല്ലത്, പേരൻസിന് എളുപ്പം. അപ്പോൾ അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് മ്യൂസ്ലി എനിക്കൂടെ അങ്ങ് എടുത്തു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറ് ഇനിയിപ്പോൾ ഇരുന്ന ഒരു പണി നടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇൻഡക്ഷൻ അവിടെ ഇരുന്ന് കുറേ നേരമായി, അതിൻ്റെ കാര്യം തീരുമാനമാകും. അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഇറക്കി വെക്കാമെന്ന് ഓർത്ത് നോക്കുവാണേ, അതും നടക്കുന്നില്ല. എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിനകത്തോട്ട് ആ പാത്രം ഇറങ്ങത്തില്ലെന്നേ. അത് അങ്ങോട്ട് വെച്ചാൽ ഒന്നെങ്കിൽ മറിഞ്ഞടിച്ച് അതിനകത്ത് കിടക്കും. കാരണം എന്നാണ്, അപ്പം ഇതിന് വട്ടം കൂടുതലുണ്ട്. നമ്മുടെ ഈ കലത്തിൻ്റെ പോലെ അല്ലല്ലോ, ചെറിയ നീളക്കുറവുമാണ്, വട്ടം കൂടുതലുമുണ്ട്. അങ്ങനെ ഞാൻ ഒരു അരിശത്തിൽ അതവിടെ വെച്ചിട്ട് പിന്നെ കലത്തിലോട്ട് തന്നെ ആക്കാമെന്ന് കരുതി കേട്ടോ, അല്ലാതെ നടക്കത്തില്ല. പിന്നെ ഇപ്പോൾ ഒരു പാത്രം കൂടെ കഴുകണമല്ലോ. എന്നാൽ പിന്നെ എനിക്ക് ആദ്യമേ തന്നെ ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ട് കലത്തി വെച്ചിട്ട് നേരെ ഇറക്കി റൈസ് കുക്കറിനകത്തോട്ട് വെച്ചാൽ മതിയായിരുന്നല്ലോ. എന്തിനാ ദൈവം ഈ ഇരട്ടിപ്പണി കാണിക്കുന്നേ അല്ലെ കാണിച്ചേ എന്നൊക്കെ ഉള്ളൊരു കലിപ്പിലോട്ടോ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അത് എന്നാണേലും ഇനിയിപ്പം ഇരുന്നിട്ട് കാര്യമില്ലെന്ന് ഓർത്ത് അതിനകത്തോട്ട് ഞാൻ മാറ്റി എൻ്റെ കയ്യും പൊള്ളി. അങ്ങനെ ഓരോരോ പരിപാടികൾ എന്നാ പറയാൻ എളുപ്പപ്പണി നോക്കുന്നതാണ് നമുക്ക് അതിനേക്കാട്ടിലും വലിയ ഇരട്ടിപ്പണികൾ കിട്ടുന്നത്. അങ്ങനെ അതവിടെ വെച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് അടുപ്പേ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കത്തേന് മുട്ട കറി വെക്കാനായിട്ട് മുട്ട വേണ്ട പുതിയ കവറായിരുന്നു, ഇന്ന് നമ്മൾ മേടിച്ചാണല്ലോ. ഇത് ഭയങ്കര നല്ലതായിട്ട് ഇവരെല്ലാം എക്സ്പയറി ഒക്കെ ഉണ്ട്. ഇത് എന്ത് വെച്ചിട്ട് ഈ എക്സ്പയറി പറയുന്നത് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഇവർ പാക്ക് ചെയ്ത ഡേറ്റ് അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതേ വാങ്ങാറുള്ളൂ. നല്ല ക്ലീൻ ആയിട്ടുള്ള മുട്ടയും കിട്ടുമേ. മറ്റേ നമ്മൾ ഈ സാധാരണ കടയിൽ നിന്ന് മേടിക്കുമ്പം ഇവിടുന്ന് മേടിക്കുമ്പോൾ എപ്പോഴും അറിയാം, ഒന്നെങ്കിൽ കേട് കാണും, അല്ലാന്നുണ്ടെങ്കിൽ അത് മുഴുവനും ചെളി അഴുക്കുമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നത്തില്ല. ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള മുട്ടയായിട്ട് ഈ ഇൻസ്റ്റമാർട്ടിന് ഇങ്ങനെ പാക്കറ്റിലല്ലേ വാങ്ങുന്നത്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോഴും കാണാമല്ലോ ഇതുപോലെ ഇങ്ങനെ പാക്ക് ചെയ്ത് എക്സ്പയറി ഒക്കെ ആയിട്ട് മുട്ട വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് ഒന്നുകൂടെ കേടൊന്നും ഒട്ടും ഇല്ലാതെ കിട്ടുന്നത്. പുതിയ സാധനങ്ങളെ വെക്കത്തുള്ളൂ ഇങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ ആണെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിലും അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് നേരെ അടുപ്പിട്ടിട്ട് പിന്നെ ഞാൻ കുറേ പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. രാവിലെ തൊട്ടുള്ള പാത്രം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി എൻ്റെ പാല് തിളപ്പിച്ച പാത്രവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും കുളിച്ചിട്ടില്ല കേട്ടോ, എൻ്റെ ദേഹം എല്ലാം നനയുന്നുണ്ട്. അങ്ങനെ അവിടെ എല്ലാം കയ്യോടെ സിങ്കും എല്ലാം അങ്ങ് കഴുകിയിട്ട് കേട്ടോ. ഓരോ പ്രാവശ്യവും ഞാൻ പാത്രം കഴുകുമ്പോൾ സിങ്കും കഴുകും. ഇപ്പോൾ ഈ സോപ്പായതുകൊണ്ട് സോപ്പയിൽ എന്തെങ്കിലും അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൈവച്ചൊന്ന് തൂത്തെടുത്ത് കളയുവേ. എന്നിട്ട് അടുത്ത പാത്രം എന്തെങ്കിലും കഴുകാനുണ്ടെങ്കിൽ അവത്തലോട്ട് അങ്ങ് തേച്ച് വെച്ചിട്ട് ആ സോപ്പ് വെച്ച് കഴുകും. അങ്ങനെ ചെയ്യുവേ.
പിന്നെ നേരെ ഇതേണ്ട ആദ്യക്കുട്ടൻ്റെ അതുണ്ട്, അതിൻ്റെ അടിയിൽ ആദ്യക്കുട്ടൻ കിടപ്പുണ്ട് ആ കസേരയുടെ അടിയിൽ. ഇതെന്നെ സംഭവം എന്ന് വെച്ചാൽ വർക്ക്ഷോപ്പാണെന്നാണ് കുട്ടി പറയുന്നത്. അപ്പം എന്നെ കളിക്കാൻ വേണ്ടി വിളിച്ചതാ. അവൻ്റെ ഏതോ കാറും കൊണ്ട് ഞാൻ ചെല്ലാൻ പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് കാറൊന്നും കാണുന്നില്ല. അപ്പം ആദ്യം അതിൻ്റെ അടിയിൽ ഈ വണ്ടി ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ അടിയിൽ നമ്മൾ പണിയുമല്ലോ വർക്ക്ഷോപ്പിൽ. അപ്പം അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാ കേട്ടോ കളിക്കുന്നത്. 2 കസേരയുടെ ഇടയിൽ ഒരു വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഐഡിയകളൊക്കെയല്ലേ അങ്ങനെ. പിന്നെ അതേണ്ട ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ അവന് വേണ്ട കഴിക്കാൻ. അവന് രാവിലത്തെ ആ മണിപ്പുട്ടിൽ അവൻ ഒതുക്കി. അവൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി മതി കേട്ടോ. അതിൻ്റെ ഇങ്ങനെ ഇരിക്കുന്നതും മെലിഞ്ഞ്. അങ്ങനെ ഞാൻ പിന്നെ അതേണ്ട മ്യൂസ്ലി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ ചിരണ്ടിയിട്ടുണ്ടായിരുന്നേ മുട്ടക്കറി വെക്കാനായിട്ട്. മറ്റേ വറുത്തരച്ച തീയലായിട്ടുള്ള കറിയാണ് വെക്കുന്നത്. അപ്പം അത് നേരെ അടുപ്പയിലോട്ട് അങ്ങ് വറക്കാൻ വേണ്ടിയിട്ടിട്ടു. ഇത് ഇച്ചിരി വറുത്തിട്ട് ഞാനിങ്ങനെ ശകലം തേങ്ങ കോരി മാറ്റി വെക്കും കേട്ടോ. ഇനി എന്തെങ്കിലും സാമ്പാർ വെക്കുമ്പോഴോ അല്ലെ കടലക്കറി വെക്കുമ്പോഴോ ഒക്കെ നമുക്ക് വറുത്ത തേങ്ങ ഉണ്ടെങ്കിലേ അതിൻ്റെ കൂടെ ചേർക്കാൻ കുറച്ച് മതിയല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ശകലമായിട്ട് വറക്കാനൊന്നും നിൽക്കേണ്ട. വറുത്ത് വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ നാൾ ഫ്രിഡ്ജിൽ ഇരുന്നോളും കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊന്നും കേടാവത്തില്ലേ. അപ്പോൾ അതേ ഞാൻ തേങ്ങ നേരെ വറക്കാനിട്ടു. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും അതിനകത്തോട്ട് കുറച്ച് മല്ലിയും മല്ലിപ്പൊടിയും പച്ചമല്ലി ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ഇടുവാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, എന്നാലും ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ടത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കറുവാപ്പട്ടയും ആ സാധനമൊക്കെ ഉണ്ട്, അത് ഇട്ടാലും മതി കേട്ടോ. അപ്പം അതെല്ലാം കൊടുത്ത് കരിയാതെ ഒന്ന് ഇളക്കി മാറ്റി വെക്കണം കേട്ടോ, വറുത്ത് കോരി. അപ്പം അതവിടെ ഇരിപ്പുണ്ട്. തണുക്കട്ടെ നോർത്തേ, തണുത്തിട്ടല്ലേ അരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ജാറിലേ നമ്മൾ ചൂടോടെ കൊണ്ട് ജാറിലൊന്നും ഇടല്ലോ കേട്ടോ, ജാറ് പെട്ടെന്ന് കേടായി പോകുക. പിന്നെ അതിൻ്റെ അടപ്പൊക്കെ ആണെങ്കിലും പ്ലാസ്റ്റിക് അല്ലേ. അപ്പം അതവിടെ തണുക്കാൻ വെച്ചിട്ട് ഞാൻ നമ്മുടെ ചോറ് ഏതായാലും അതിനകത്തൊന്ന് വെന്ത് ഊറ്റി പിന്നെ ഞാനും ആദ്യക്കുട്ടനും നേരെ കയറി കുളിച്ച് കേട്ടോ. കുളിച്ച് ആദ്യക്കുട്ടൻ്റെ തലയൊക്കെ തോർത്തിക്കുകയാണ്. ആദ്യക്കുട്ടന് ചില സമയം വലിയ ഇഷ്ടം ഇങ്ങനെ കുളിക്കാനായിട്ട് കയറാൻ ഭയങ്കര മടിയാണ്. അപ്പം അന്നേരം എന്നെ കുറേ വഴക്കൊക്കെ പറയും ആദ്യക്കുട്ടനെ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നിങ്ങനെ തലയൊക്കെ തോർത്തുമ്പോഴത്തേനും ആൾക്ക് ഭയങ്കര ഒരു സങ്കടമോ ഒരു സ്നേഹമോ ഒക്കെ എവിടുന്നാ വരുന്നതെന്ന് അറിയത്തില്ല. അതിന് മുന്നേ ഒരു ചീറ്റപ്പുലി പോലെ നിന്ന് ചെക്കനാണ് കേട്ടോ. പിന്നെ അത് കഴിയുമ്പോഴത്തേനും കുളി കഴിഞ്ഞല്ലോ, പറഞ്ഞത് തെറ്റായി പോയി എന്നൊക്കെ തോന്നിയതായിരിക്കും, എന്നതാണോ എന്തോ. എന്നാണെങ്കിലും കുറച്ചു നേരം പിന്നെ ഞങ്ങളിതേ അവിടെ TV ഒക്കെ കണ്ടിട്ട് അപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മുട്ടക്കറിയുടെ ഇത് വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു, തോലൊക്കെ പൊളിച്ച്. ഇനിയിപ്പോൾ ഇതുപോലൊന്ന് മുറിച്ച് രണ്ടാക്കി മുറിച്ച് കറിയിലിടുന്നു. അതാട്ടോ അതിൻ്റെ ടേസ്റ്റ്. ഞാൻ അത് വിടിയിപ്പിക്കുന്നില്ല, ഇങ്ങനെ മുറിച്ചിട്ട് ഞാൻ അത് ഓരോ മുട്ട ഓരോരുത്തർക്ക് എടുക്കാമല്ലോ, വിടിയിപ്പിച്ചാതെ അങ്ങ് വെച്ചേക്കുവാണേൽ. അപ്പോൾ അങ്ങനെ ഇട്ട് അത് മുറിച്ച് തന്നെ ഇടണം കേട്ടോ. എന്നാലും മീൻസ് ഇങ്ങനെയാണേലും ഒന്ന് കട്ട് ചെയ്തിട്ടാൽ ആ ചാറെല്ലാം നല്ല പോലെ ഇതിനകത്ത് പിടിച്ചിട്ട് നമുക്കത് കഴിക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇട്ടാൽ അത്രയ്ക്ക് മുട്ടയിലൊന്നും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരത്തില്ലേ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ ആ ചാറിൻ്റെ ഒരു ഗ്രേവിയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ എല്ലാം മുട്ടയിലും കൂടെ പിടിക്കുവേ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ നേരെ ചോറുണ്ണാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. നല്ല വെള്ളച്ചോറല്ലേ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് നമ്മുടെ മറ്റേ അരി കേട്ടോ കൂടുതലിഷ്ടം. ഇപ്രാവശ്യം നമ്മൾ പോയപ്പം 5 കിലോ നമ്മുടെ ഈ ഇതും പൊന്നിയരിയും പിന്നെ 5 കിലോ മറ്റേ അരിയും കൂടെ വാങ്ങിച്ച്, രണ്ടും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മറ്റേ ഇതുവരെ പൊട്ടിച്ചെടുത്തില്ല, അതുകൊണ്ടാണ് പിന്നെ ഈ പൊന്നിയരി തന്നെ അങ്ങ് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് മറ്റേ അരിയാണ് കൂടുതൽ താല്പര്യം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വാരിക്കുട്ടം തേണ്ട അവിടെ കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവന് കൊണ്ടുപോയി വാരി കൊടുക്കാനാണ്. കഴിച്ചത് മൊത്തം നിലത്തും കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം വാരി ഒരു സൈഡിൽ വെച്ച് അവനങ്ങ് വാരി കൊടുക്കുക കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇനി അതും കൊണ്ട് അവിടെ ഇരിക്കാം. മുട്ടയൊക്കെ അവിടെ വെച്ചേക്കത്തുള്ളൂ. എനിക്കറിയത്തില്ല, സാധാരണ പിള്ളേർക്കൊക്കെ മുട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ മോന് അതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. നിർബന്ധിച്ച് തീറ്റിച്ചാൽ കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും എന്നോട് ചോദിക്കും ആദ്യക്കുട്ടൻ എന്തുവാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനൊരു ആൻസർ ഇല്ല. കാരണം ഇവന് ഇന്നേ വരെ ഒരു സാധനം ഇഷ്ടമാ എന്ന് പറഞ്ഞ് അയ്യോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് സ്നാക്കല്ല അല്ലാതെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിർബന്ധിച്ച് കൊടുക്കുമ്പോൾ കഴിക്കും, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും ഓരോ പാൽച്ചായ ഇടാമെന്ന് ഓർത്ത് വന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ കേട്ടോ ഫോൺ വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്ത് പോകണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമുക്കിവിടെ ഇഷ്ടം പോലെ ലേക്കും പാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ പിള്ളേർക്ക് കളിക്കാനുള്ള. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പാർക്കിൽ പോകുമായിരുന്നു. ഇപ്പം അവിടെ പോയാൽ ഭയങ്കര പൊടിയും മണ്ണ്, പിള്ളേരിങ്ങനെ കളിച്ചേ. ഇപ്പം പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആർക്കൊണ്ടും ജലദോഷമായിരിക്കും. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം തൊട്ട് സ്കൂളിലും പോകണ്ട. അതുപോലെ തന്നെ ഒരാൾക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഞങ്ങൾക്ക് എല്ലാം ജലദോഷമായിരിക്കുമേ. അതുകൊണ്ട് പിന്നെ നമ്മളൊന്ന് ലേക്കിലോട്ടാകാന്ന് കിട്ടിയ നിറയെ ലേക്കും ഉണ്ട് കേട്ടോ ഇവിടെ പലയിടത്തായിട്ട്. നല്ല രസമായിട്ടോ കാണാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും നമുക്ക് കുറേ നടക്കാനായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേ ഒന്ന് പോകാൻ ഓർത്ത് ഇറങ്ങിയതാട്ടോ. നല്ല ഭംഗിയില്ല ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്, നിറയെ മരങ്ങളൊക്കെ ആയിട്ട്.
നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയപ്പം വരെ നല്ല കാലാവസ്ഥയായിരുന്നു. ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് നല്ല അടിപൊളി മഴക്കാറ് കയറി. ഇതിലൊക്കെ മഴക്കാറാണ്. നല്ല മഴക്കാറുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലേക്കിലോട്ടൊന്നും പോയില്ലേ. ലേക്കിലോട്ട് ഇറങ്ങിയാൽ അത് നല്ല ചുറ്റളവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങി തിരിച്ച് കയറി വരുമ്പോഴത്തേനും ഉറപ്പായിട്ടും മഴ പെയ്യും. കയ്യിൽ കുടയോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇതേ ഒന്ന് കറങ്ങി തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകാമെന്ന് കരുതി കേട്ടോ. ഫുഡൊക്കെ അടിക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്, ഒന്നും നടന്നില്ല കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ. ബൈ.